ഹായ് എവ്രി വൺ. അപ്പം നമ്മുടെ നീറ്റ് ഇങ്ങനെ അടുത്ത് വന്നേക്കാണ്. അപ്പം നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷനൊക്കെ അത്യാവശ്യം നന്നായി പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ നിങ്ങളോട് ഒത്തിരി വട്ടം പറഞ്ഞാണ് മോക്ക് ടെസ്റ്റ് നമ്മൾ ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എത്രമാത്രം മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നു അത്രമാത്രം നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ആവും, നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് മനസ്സിലാവും. ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുണ്ട്. മോക്ക് ടെസ്റ്റിനെ പറ്റി ഞാൻ പറയാത്തതായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് എഴുതാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതുവരെ മോക്ക് ടെസ്റ്റ് എഴുതാനുള്ള ഒരു സിറ്റുവേഷനോ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല എന്ന് വെച്ചോ, അപ്പം നിങ്ങൾക്കായിട്ടൊരു സുവർണാവസരം ശരിക്കും വരുന്നത്. ഞാനിത് പറയാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എൻ്റെ കോളേജിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. കോളേജിൽ SFI യൂണിറ്റ് നടത്തുന്നതാണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞൊരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പം ഇതിലെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പിള്ളേർക്കും, അതായത് ഏത് സ്ഥലത്തുള്ളതാണെന്നോ എവിടെ പഠിക്കുന്നതാണെന്നോ അങ്ങനെ ഒരു ഡിഫറൻസും ഇല്ലാതെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് നമുക്ക് ഇതിൽ എൻറോൾ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് എഴുതി നോക്കണം. കാരണം നമ്മളിപ്പോൾ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നതാണ്, നിങ്ങൾക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അവിടുത്തെ ഒരു കോമ്പറ്റീഷനും മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ അല്ലേ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മിസ്റ്റേക്സ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്, ഏത് ഭാഗത്താണ് നിങ്ങളുടെ മാർക്ക് ചെയ്തത്, അത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഉള്ള ഒരു കോമ്പറ്റീഷൻ എന്താ, കേരളത്തിലെ പിള്ളേർ ഇപ്പോൾ എത്രമാത്രം മുന്നിൽ നിൽക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ ഏത് ലെവലാണ് നിൽക്കുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്കൊരു ഓൾ കേരള ടൈപ്പോ അല്ലെങ്കിൽ ഒരു വലിയ ലാർജ് മോക്ക് ടെസ്റ്റ് എഴുതണം അല്ലേ. അപ്പം അങ്ങനെ ഒരു വലിയൊരു ചാൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിന് രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പേഴ്സൊക്കെ ഞാനിത് അവിടെ കൊടുത്തേക്കുന്നുണ്ട്. ഈ April 29 ഡേറ്റ് നമ്മുടെ എക്സാമിന്റെ. സോ എല്ലാവരും ഇതിന് രജിസ്റ്റർ ചെയ്യണം, മറന്നു പോകരുത്. ഭയങ്കര സുവർണ അവസരമാണ്, മിസ് ചെയ്യേണ്ടത്. ഇതിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം അല്ലേ. വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഇതുവരെ കാണാതെ, നിങ്ങളിപ്പോൾ ചെയ്യാത്തതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തരാത്തതോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് അതൊരു നല്ലൊരു എക്സ്പോഷർ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളിപ്പം എഴുതാത്ത ടെസ്റ്റ് ആണെങ്കിൽ ബാക്കിയുള്ള പിള്ളേർ എഴുതുന്നുണ്ട്. അപ്പം അവർക്ക് അതൊരു അഡ്വാൻറ്റേജും കൂടാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, നീറ്റ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അപ്പം ബാക്കിയുള്ള പിള്ളേർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്തായാലും ഒന്ന് ജസ്റ്റ് നോക്കിയെങ്കിലും പോകണം അല്ലേ. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ ആൻസർ കീയും PDF ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ എല്ലാവരും ഇതിന് രജിസ്റ്റർ ചെയ്യണം, നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.